ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു 3 ഫേസ് ഡി ബിയിൽ നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് 3 ഫേസ് ഡി ബിയിൽ അതിൻ്റെ ഡി ബിയുടെ അകത്ത് വരുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വി ഗാർഡിൻ്റെ 3 ഫേസ് ഡി ബി ആണ് വരുന്നത്. 3 ബി നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ സെലക്ടറുകൾ, അതുപോലെ തന്നെ MCBകൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ ഒരു ഡയഗ്രാം കമ്പനി തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ എത്ര ആംപിയർ വരെയാണ് മാക്സിമം ഒരു ഡി ബിയിൽ 3 ഫേസ് ഈ ഡി ബിയിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ട് അവിടെ 100 ആംപിയർ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അത് 100 ആംപിയർ വരെ നമുക്ക് ഉള്ള കണക്ഷൻസ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കണക്ഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. 3 ഫേസ് ആണെന്ന് വരുന്നത്, അതായത് 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. 3 ഫേസും സെപ്പറേറ്റ് സെലക്ടർ വഴി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കണക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഡീറ്റെയിൽ കണക്ഷൻ വഴി സെപ്പറേറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു ഡയഗ്രാം കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ വി ഗാർഡിൻ്റെ ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8 വേ ഡി ബി ആണ്. 8 വേ ഡി ബി എന്നാണ് ഞാൻ ജസ്റ്റ് പറയാം. അടുത്ത വിശദമായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് നോക്കുക, ഇത് ELCB ആണ്, അതിന് RCCB, അതിനുശേഷം തൊട്ടുപുറത്ത് വരുന്നത് ഐസൊലേറ്റർ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ എംബ്ലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ELCB അല്ലെങ്കിൽ RCCBയുടെ ഒരു ടെസ്റ്റിംഗ് ബട്ടണാണ്. അതായത് ട്രിപ്പിംഗ് നമുക്കൊരു മന്ത്ലി എങ്കിലും ജസ്റ്റ് അതൊന്ന് ട്രിപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ് കമ്പനി പറയുന്നത്. അല്ലെങ്കിൽ ELCB ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ നീല ബട്ടൺ കാണുന്നുണ്ടോ, അതാണ് ട്രിപ്പ് ആവുന്നത്. അതുപോലെ തന്നെ നേരെ ടെസ്റ്റ് ബട്ടൺ എന്ന് പറയുന്ന മുകളിൽ കാണുന്നത്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി ടെസ്റ്റ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് തൊട്ടുപുറത്ത് കാണുന്നത് ഐസൊലേറ്ററാണ്. ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെയിൻ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ മാത്രമാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന എല്ലാം തന്നെ സെലക്ടറുകളാണ്. 3 ഫേസാണ്, 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് 3 ഫേസ് നമുക്ക് 3 സൈഡിൽ, അതായത് ഓഫ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, രണ്ടാമത്തെ ഫേസ്, മൂന്നാമത്തെ ഫേസ്, അങ്ങനെ 3 ഫേസ് നമുക്ക് ഒരു ബട്ടണിൽ തന്നെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ 3 ഫേസും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 സെലക്ടറുകൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്വിച്ചിൽ നമുക്ക് ഫസ്റ്റ് സെലക്ടർ, രണ്ടാമത്തെ സ്വിച്ചിൽ രണ്ടാമത്തെ സെലക്ടർ, നമ്മളുടെ മൂന്നാമത്തെ ഫേസ് ഇടുക. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ആൻറ്റിയുടെ വി ഗാർഡിൻ്റെ ഡി ബിയിൽ എല്ലാ ആൻറ്റിയുടെ സെലക്ടറുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് ഓരോന്ന് സെപ്പറേറ്റ് വരുന്ന ഐസൊലേറ്റർ നമ്മുടെ ഫേസ് സെലക്ടറിൽ നിന്ന് ഓരോ ഫേസിൻ്റെ ഔട്ട് വരുന്ന MCBയുടെ സെക്ഷനാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 8 വേ ഡി ബി എന്ന് പറഞ്ഞു. 8 വേ ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫേസിൽ മാത്രം 8 MCBകൾ നമുക്ക് വെക്കാൻ പറ്റുന്ന സ്പേസാണ് 8 വേ ഡി ബി എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 3 ഫേസാണുള്ളത്. അപ്പോൾ 8 × 3 24 MCBകൾ നമുക്ക് ഈ ഡി ബിയിൽ കൊടുക്കാം. അതായത് ഐസൊലേറ്ററും ELCB അല്ലെങ്കിൽ RCCB കൂടാതെ 24 MCBകൾ. 24 MCB എന്ന് ഉദ്ദേശിക്കുന്നത് 24 സർക്യൂട്ട് നമുക്കൊരു വീട്ടിൽ 24 സർക്യൂട്ട് വരെ നമുക്ക് ഈ ഡി ബിയിൽ കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് 8 വേ ഡി ബി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 3 ഫേസ് ഡി ബി എന്താണെന്നും അതിൻ്റെ ആംബിയറുകൾ എന്തൊക്കെയാണെന്നും എത്ര വരെ മാക്സിമം കൊടുക്കാമെന്നും സെലക്ടർ, അതിൻ്റെ ഡിവൈസുകൾ, RCCB, ഐസൊലേറ്റർ, സെലക്ടറുകൾ, MCBകൾ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇതിനെക്കുറിച്ച് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.